ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ട് അടിപൊളിയൊരു ചട്നി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെളുത്തുള്ളി, തക്കാളി, മീഡിയം സൈസിലുള്ള 2 ഉള്ളി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. അധികം എരിവില്ലെങ്കിൽ 3 4 ഒക്കെ എടുക്കാം. ആദ്യം തന്നെ വഴുതനങ്ങ നന്നായിട്ട് കഴുകി അത് നല്ലതുപോലെ വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം ഇതുപോലെ കത്തി വെച്ചിട്ട് 4 ഭാഗം ഒന്ന് വരഞ്ഞു കൊടുക്കാം. അടുത്ത വഴുതനങ്ങ നമുക്ക് ഇതുപോലെ തന്നെ 4 സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. കുറച്ചൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഉള്ളിൽ പോയിക്കോളും. അപ്പോൾ ഇതിന് അങ്ങനെ കണക്കൊന്നുമില്ല എത്ര എണ്ണം വെച്ച് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറ്റും പോലെ എല്ലാ ഭാഗത്തും ഓരോന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ കത്തിയൊക്കെ വെച്ച് ഒന്ന് അകത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇനി വഴുതനയുടെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. 4 ഭാഗവും കുറച്ച് നന്നായിട്ട് തന്നെ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വഴുതനങ്ങ നമ്മൾ എടുക്കുമ്പോൾ കേടോ പുഴുക്കേടോ ഒക്കെ ഇല്ലാത്ത വേണം നോക്കിയിട്ട് എടുക്കാൻ. അതുപോലെ വലിയ വഴുതനങ്ങ തന്നെ എടുക്കുക, അധികം കുരുയില്ലാത്ത ടൈപ്പിലുള്ളത് നോക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് തക്കാളിയിലും ഇതുപോലെ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ വഴുതനങ്ങ നമുക്ക് ചുട്ടെടുക്കുക, അതിനാണല്ലോ കൂടുതൽ സമയം എടുക്കുക. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ഇതിങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ഉൾഭാഗം വേവില്ല, മുകൾ ഭാഗമൊക്കെ പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോകും. എല്ലാ ഭാഗവും ഒരുപോലെ ഗ്രില്ലായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുക്കണം. വഴുതനങ്ങയുടെ തോല് നന്നായിട്ട് കരിഞ്ഞ് ഒരു കറുത്ത കളറായി അതിങ്ങനെ പൊട്ടിയിട്ട് വരുന്ന വരെ നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ താഴെ വീണിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പിന്നെ എടുക്കാം. ഇനി തക്കാളി വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ ഉള്ളിയും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ സ്ഥലമില്ലെങ്കിൽ പിന്നെ ഉള്ളി വെച്ച് കൊടുത്തിട്ട് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അടുപ്പിൽ കനലിൽ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടും ചെയ്യാം. കണ്ടോ, തക്കാളിയുടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും, തോലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് വന്നോളും. അപ്പോൾ ഉള്ളി നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും, കുഴപ്പമൊന്നുമില്ല, വേഗമായി കിട്ടും. ഇപ്പോൾ വഴുതനങ്ങ ഉണ്ടല്ലോ നന്നായിട്ട് കറുത്ത കളറിൽ വെണ്ട് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് തോലൊക്കെ. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിതിൽ 2 പച്ചമുളകും വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ പെട്ടെന്നാവും, അപ്പോൾ ലാസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാതും ഗ്രില്ലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ആ കറുത്ത തോലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പിച്ചെടുക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് അടർന്നങ്ങനെ പോന്നോളും. ചൂടുണ്ട് നോക്കിയിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ പിന്നെ നല്ല ചൂടാറിയതിന് ശേഷം ഇതുപോലെ പിച്ചെടുത്താൽ മതി. ഇപ്പോൾ വഴുതനങ്ങ പെട്ടെന്ന് ചൂടാറി കിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് തോല് കളയാം. ഉള്ളിയുടെയൊക്കെ കണ്ടില്ലേ, മുകൾ ഭാഗം നല്ല കറുപ്പാണെങ്കിലും ഉള്ളിൽ നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ടാവും. അതുപോലെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഉള്ളി. ഉള്ളിയുടെ ആ ഞെട്ടിയുടെ ഭാഗമൊക്കെ ഒന്ന് പിച്ചെടുക്കണം കേട്ടോ. അതങ്ങനെ നമ്മൾ കൈ കൊണ്ട് പിച്ചെടുക്കുമ്പോൾ അതങ്ങനെ അങ്ങോട്ട് അടർന്ന് പോന്നോളും. വഴുതനങ്ങ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോല് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിക്കുമ്പോൾ തന്നെ അതൊക്കെ അങ്ങനെ അടർന്ന് വന്നോളും. ഇപ്പോൾ എല്ലാത്തിൻ്റെയും തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വഴുതനങ്ങയിൽ ഞെട്ടി കളഞ്ഞിട്ടില്ല, അതൊന്ന് നമുക്ക് മുറിച്ച് മാറ്റി കൊടുക്കാം. ഇനി വഴുതനങ്ങയുടെ ഉൾഭാഗം ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ വഴുതനങ്ങ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരണമെന്ന്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്. കണ്ടില്ലേ, ഒട്ടും കേടൊന്നുമില്ല ഉള്ളിലൊന്നും. എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായിട്ടുണ്ട്. നല്ല ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ എല്ലാം കൂടി ഒന്നിച്ചിട്ട് അരച്ചെടുത്താൽ മതി.
പിന്നെ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കരുത്. കുറച്ച് തരിയോട് കൂടി ഇതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ചാറ്റ് മസാല 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ചാറ്റ് മസാലയിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് കടുക്, ചെറിയ ജീരകം ഇത് രണ്ടും പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് നമുക്ക് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ താളിച്ചത് നമുക്ക് ഈ ചട്നിയുടെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ താളിച്ചൊഴിച്ചതും ചട്നിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വഴുതനങ്ങ ചുട്ടെടുത്തിട്ടുള്ള ചട്നി ഇവിടെ റെഡിയായി. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ നമുക്കിത് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.